السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة واعلموا أن الله شديد العقاب. أنت الذي ولدتك أمك باقيا والناس حولك يضحكون سرورا، وجهد لنفسك أن تكون إذا بقوا في حال موتك لاحقا مسرورا. വേദിയിലിരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങളെ, മാട്ടൂൽ വായനശാലയോട് ചേർന്ന് നിൽക്കുന്ന ഈ ഗ്രൗണ്ടിൽ ശാന്തമായ ഒരു സായം സന്ധ്യയിൽ തകരുന്ന ധാർമ്മികത എന്ന ഏറ്റവും കാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തിലാണ് ഇൻഷാ അല്ലാഹ് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ആധുനിക സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തിൽ മനുഷ്യരെന്ന നിലയിൽ എല്ലാവരും ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളാണ് സമയബന്ധിതമായി ആരോഗ്യം അനുവദിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. റോഡരികിൽ നിൽക്കുന്ന ആളുകളോട് കസേരകൾ ഇവിടെ ഒഴിവുണ്ട്, ആർക്കും ഇരിക്കാം. മനുഷ്യരുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ എല്ലാവർക്കും വന്നിരിക്കാം. ഹൃദ്യമായാലും ഹൃദ്യമല്ലെങ്കിലും കാര്യങ്ങൾ കേൾക്കുവാനും സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും വിലയിരുത്തുവാനും ജീവിതത്തിലെ നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ഇൻഷാ അല്ലാഹ് ഇത് ഉപകരിക്കുമാറാകട്ടെ എന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, മാട്ടൂൽ വായനശാലയുടെ പരിസരം എന്നൊക്കെ പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷം ആളുകൾ ജീവിക്കുന്ന, അത്ര തന്നെ അമുസ്ലിങ്ങളുടെ പ്രാതിനിധ്യമില്ലാത്ത ഒരു പ്രദേശമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ഖുർആനിന്റെയും പ്രവാചക വചനങ്ങളുടെയും സ്വഹാബത്തുൽ കിറാമിന്റെയും ചരിത്രത്തിൽ നിന്നുകൊണ്ട്
ആധുനിക മുസ്ലിം സമുദായത്തിന്റെയും മനുഷ്യ സമൂഹത്തിന്റെയും ജീവിതത്തെ സമഗ്രമായി, എന്നാൽ ചുരുക്കി ചില കാര്യങ്ങൾ സത്വര ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ് ഞാൻ ചെയ്യുന്നത്. അനന്തപരകോടി ജീവജാലങ്ങളുള്ള ഈ മഹാപ്രപഞ്ചത്തിൽ ധാർമ്മിക ജീവി എന്ന് വിളിക്കാവുന്ന ഏകവർഗം മനുഷ്യൻ മാത്രമാണ്. വളരെ പ്രകടമായ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. നമുക്ക് ഓരോരുത്തർക്കും വിലയിരുത്താവുന്ന വളരെ പ്രധാനമായ ഒരു കാര്യം, നമ്മളില്ലാത്ത ജന്തുലോകത്ത് പിതാവിന്റെ ബീജം പേറാൻ വിധിക്കപ്പെട്ടവളാണ് മകൾ. മകന്റെ ബീജം പേറാൻ വിധിക്കപ്പെട്ടവളാണ് അമ്മ. പക്ഷെ അതുകൊണ്ടൊന്നും അവിടെ ലൈംഗികമായ ഒരു കുത്തഴിഞ്ഞ ജീവിതം എന്ന് ജന്തുലോകത്തെ അതിന്റെ പേരിൽ ആരും വിലയിരുത്താറില്ല. എബോളയും എയ്ഡ്സും സിഫിലിസും ഗൊണോറിയയും രതിജന്യ ലൈംഗികമായ രോഗങ്ങൾ അതിന്റെ പേരിലൊന്നും ജന്തുക്കൾക്കില്ല. എന്നാൽ ലൈംഗികമായി മനുഷ്യർ മറുകണ്ടം ചാടുമ്പോൾ മനുഷ്യൻ ഇതെല്ലാം ഉണ്ടാവുകയും ചെയ്യും. മനുഷ്യനിലെ ധാർമ്മികതയില്ലാതാകുമ്പോൾ ലോകത്തിന്റെ സ്വാസ്ഥ്യം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് അങ്ങനെ? ലോകത്ത് ജന്തുലോകങ്ങളുടെ ജീവിത രീതികളോ ഇടപെടലുകളോ വേട്ടയാടലുകളോ ലോകത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പർവ്വതങ്ങൾ ഇടിച്ചു തകർത്തും വയലുകൾ നിരത്തിയും കുന്നുകൾ ഇടിച്ചു നിരത്തിയും അമ്പരചുംബികളായ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുക വഴി ഭൂമിയുടെ നിലനിൽപ്പിന് മനുഷ്യൻ ഭീഷണിയാണ്. കരയിലും കടലിലും എമ്പാടും കുഴപ്പങ്ങൾ മനുഷ്യന്റെ ജീവിതം കൊണ്ട് ഉണ്ടാകുന്നുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് റൂം 30-ാം അധ്യായം 41-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിൻ നാസ്. കരയിലും കടലിലും കുഴപ്പങ്ങൾ പ്രകടമായി, പ്രയാസങ്ങൾ പ്രകടമായി. എന്താ കാരണം അതിന്? എന്താണ് അതിന്റെ റീസൺ? വാട്ട് ഈസ് ദി റീസൺ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ബിമാ കസബത്ത് ഐദിൻ നാസ്, മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചതാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതല്ല, മനുഷ്യകുലത്തിന്റെ മൊത്തം ചെയ്തികൾ ലോകത്തെ ശക്തമായി നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ബോംബിങ്ങിലൂടെ ലോകത്ത് നടക്കുന്ന കിരാതമായ അനവധി പ്രവർത്തനങ്ങൾ, ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ്, കുടുംബത്തിന്റെ തകർച്ചകൾ. ഇന്നലകളുടെ പത്രങ്ങളിൽ പോലും ദാമ്പത്യ ജീവിതത്തിന്റെ സുന്ദരമായ അധ്യായങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഡൈവേഴ്സുകളെ കുറിച്ചുള്ള ജസ്റ്റിസ് ശ്രീദേവിയെ പോലെയുള്ള, അതുപോലെ ഉഷാ വില്യംസിനെ പോലെയുള്ള മനഃശാസ്ത്രജ്ഞന്മാരെ വിലയിരുത്തുന്ന ലേഖനങ്ങൾ മീഡിയകളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹം ഉന്നത വിദ്യാഭ്യാസങ്ങൾ നേടുമ്പോഴും മനുഷ്യനല്ലാതായി തീരുന്ന ബീഭത്സമായ കാഴ്ചകളാണ് ആധുനിക ലോകത്ത് മുഴുവനും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീവ്രമായ മാനവിക വിരുദ്ധ ചിന്തകൾ കൊണ്ട് സമൂഹത്തിന് ശക്തമായ നാശങ്ങൾ വിധിച്ചുകൊണ്ടാണ് ആധുനിക മീഡിയകൾ കടന്നുപോകുന്നത്. സിനിമയും സീരിയലുകളും സംഗീതവും ത്രസിപ്പിക്കുന്ന യുവത്വത്തിന്റെ ചൈതന്യങ്ങളെ ചോർത്തുകളയുന്ന, അപമാനവീകരണത്തിന് ആക്കം കൂട്ടുന്ന ഖേദകരമായ രംഗങ്ങളിലൂടെയാണ് ആധുനിക ലോകം കടന്നുപോകുന്നത്. വരും കാലങ്ങളിൽ മാതാപിതാക്കൾക്ക് ദുഃഖിക്കേണ്ടി വരുന്ന, നെഞ്ചത്തടിച്ച് കരയേണ്ടി വരുന്ന ആർത്തവിലാപങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു ലോകത്തേക്കാണ് പുതിയ യുവതലമുറയുടെ
അബദ്ധസഞ്ചാരങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചില സുപ്രധാനമായ കാര്യങ്ങൾ പ്രമാണങ്ങളുടെ, വിശുദ്ധ ഖുർആനിന്റെ, പ്രവാചക തിരുമേനിയുടെ വചനങ്ങളുടെ, അതിന് ഉൾക്കൊണ്ട സ്വഹാബത്തിന്റെ ജീവിത രീതികളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ മാട്ടൂലിലെ വായനശാല എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ അപരനാമത്തിൽ അറിയപ്പെടുന്ന, അങ്ങനെ പറഞ്ഞാൽ അറിയപ്പെടുന്ന ഈ പ്രദേശത്ത് ചില സുപ്രധാനമായ കാര്യങ്ങൾ തകരുന്ന ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവവർഗം, മനുഷ്യൻ എന്ന് പറയുന്ന ഈ മഹാ സംഭവത്തെ ആദ്യമായി ഒന്ന് വിലയിരുത്തുമ്പോഴാണ് ധാർമ്മികതയുമായി മനുഷ്യനുള്ള ബന്ധം എന്താണ് എന്ന് മനസ്സിലാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനല്ലാത്ത ജീവവർഗങ്ങൾക്കൊന്നും അവയുടെ ജനിതക കോഡുകളിൽ അല്ലാഹു രൂപപ്പെടുത്തിയെടുത്ത കുറെ കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് പോകാൻ അവർക്ക് ആർക്കും സാധ്യമല്ല. അവരുടെ ജീവിത രീതികളെ തിരുത്താനോ ധിക്കാര സ്വഭാവം ചെയ്യുവാനോ പ്രപഞ്ചത്തിൽ ഇടപെട്ട് പ്രപഞ്ചത്തിന്റെ താളങ്ങളിലും ലയങ്ങളിലും മാറ്റം വരുത്തുവാനോ ജീവവർഗങ്ങൾക്ക് സാധ്യമല്ല. എന്നാൽ ആരാണ് മനുഷ്യൻ? ഭൗതികവാദികളും നിരീശ്വരവാദികളും മതനിഷേധികളും എല്ലാം ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് മനുഷ്യനാരാണ് എന്ന്. ജസ്റ്റിസ് ശ്രീദേവിയെ പോലെയുള്ള ആളുകൾ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ അബദ്ധങ്ങൾ പറഞ്ഞിട്ടുള്ള ആളുകളാണ്. ഇന്ന് അവരുടെ വിലയിരുത്തലുകളിൽ പല കാര്യങ്ങളിലും ഉഷാ വില്യംസ് കേരളത്തിൽ അറിയപ്പെട്ട ഒരു മനഃശാസ്ത്രജ്ഞയാണ്. ദാമ്പത്യ ജീവിതത്തിന്റെ തകർച്ചകളെക്കുറിച്ച് വിലയിരുത്തിയ കൂട്ടത്തിൽ ഉഷാ വില്യംസ് പറഞ്ഞു, ഭർത്താവിനും നല്ല ജോലി, ഭാര്യയ്ക്കും നല്ല ജോലി, ആ കുടുംബത്തിൽ പലപ്പോഴും സ്വസ്ഥതയില്ല എന്നാണ് ഉഷാ വില്യംസ് പറയുന്നത്. അതിനവര് പറയുന്ന കാരണം ഈഗോ പ്രശ്നമാണ്. ഞാനത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൽ എത്രയോ സ്ത്രീകൾ ഭർത്താവുമായി തെറ്റിപ്പോകുന്ന, ഭർത്താക്കന്മാരുമായും തിരിച്ചും തെറ്റിപ്പോകുന്ന കാഴ്ചകളാണ് അവിടെ. ഭർത്താവിന് 20,000 രൂപ ശമ്പളം, ഭാര്യയ്ക്ക് 35,000. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്ഥാനവും പദവിയും കിട്ടിയാൽ അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ചുപോലെ നിൽക്കും. സ്ത്രീകൾ ക്ഷമിക്കണം. അതിൽ ഉഷാ വില്യംസ് പറയുന്ന വളരെ പ്രധാനമായ ഒരു കാര്യം, അവിടെയാണ് മതം പ്രസക്തമാകുന്നത്. ഇപ്പോഴുള്ള പെണ്ണുങ്ങൾക്ക് ഡൈവേഴ്സ് ഒരു വിഷയമല്ല. കാരണം അവർ ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറയുന്നു അത്രേ, എന്ത്, നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കണ്ട, 25,000 ശമ്പളമുള്ളവളാണ് ഞാൻ എന്റെ സ്വന്തം കാലിൽ നിന്നുകൊള്ളും, ഞാൻ എന്റെ മക്കളെ നോക്കിക്കൊള്ളും എന്ന് പറയുന്നു. ഞാൻ എന്റെ മക്കൾ, ഒരു കാര്യം അറിയണം, പുരുഷന്റെ ബീജത്തിലെ എക്സ്പെറി ക്രോമസോമാണ് നീ പോറ്റുന്ന പെണ്ണിനും ആണിനും കാരണം. നിന്നേക്കാൾ പങ്കാളിത്തം കുട്ടികളോട് പുരുഷനാണ്. മതം ഇടപെടുമ്പോഴാണ് മനുഷ്യ ജീവിതത്തിന് സ്വസ്ഥത കിട്ടുക. ഒരു പെണ്ണിന് 1 കോടി രൂപ ശമ്പളം കിട്ടിയാൽ മതിയോ? പെണ്ണിന്റെ ശരീരത്തിന്റെ മോഹങ്ങളെ, തൃഷ്ണകളെ ഭർത്താവില്ലാതെ നിർവഹിക്കുന്നത് വ്യഭിചാരത്തിലൂടെ മാത്രമാണ്. സ്വന്തം മക്കളും ഒരു പെണ്ണും ഒറ്റക്ക് കഴിയുന്ന വീടിനെ ലാക്കാക്കി പുറപ്പെടുന്ന യൗവനത്തെയും ഫോൺ കോളുകളെയും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പിശാചിന്റെ പ്രേരണക്ക് വശംവദരായി ഭർത്താവില്ലാത്ത ഡൈവേഴ്സിൽ കഴിയുന്ന പെണ്ണിന് തന്റെ ലൈംഗിക സുഖം തീർക്കാൻ 1 കോടി ശമ്പളം വീട്ടിലെ ഷെൽഫിൽ കൊണ്ടുവച്ചതുകൊണ്ട് തന്റെ ശരീരത്തിന്റെ തൃഷ്ണ തീർക്കാൻ അതുകൊണ്ട് കഴിയില്ല. അതിനൊരു പുരുഷൻ തന്നെ വേണം. അത് മതപരമായി നിർവഹിക്കാൻ കഴിയുന്നത് എങ്ങനെ എന്നതാണ് വളരെ പ്രധാനം. ഒരാൾ സാമ്പത്തികമായി സ്വാസ്ഥ്യത്തിലെത്തുന്നുണ്ടോ എന്നുള്ളതല്ല. എന്തെല്ലാം ഘടകങ്ങളാണ് മനുഷ്യന്റെ ജീവിതത്തിൽ. അംബാനിയും ബിർളയും ബിൽഗേറ്റ്സും ലോകം കണ്ട സമ്പന്നന്മാരുടെ ദുരന്തങ്ങളെയും ദുഃഖങ്ങളെയും, ഡയാന രാജകുമാരി ലോകത്തിലെ 7 കോടീശ്വരന്മാരുടെ, രാജാക്കന്മാരുടെ, സുന്ദരന്മാരുടെ കൂടെ ജീവിച്ചിട്ട് സമാധാനം കിട്ടാത്ത പാപ്പറാസികളുടെ കണ്ണിൽ നിന്ന് ഓടി അകലുന്നതിനിടയിൽ ആക്സിഡന്റ് ബാധിച്ച് നടുറോട്ടിൽ പടഞ്ഞു വീണ ഡയാന രാജകുമാരിയുടെ ജീവിതവും സൂചിപ്പിക്കുന്നത് തന്നെയാണ്. എവിടെയാണ് മതം പ്രസക്തമാകുന്നത് എന്ന ചോദ്യം
മനുഷ്യനിലെ ധർമാധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. ജന്തുലോകത്തിന് ധാർമ്മികമായ നിലവാരങ്ങളുടെയോ ഏറ്റക്കുറച്ചിലുകളുടെയോ വേലിയേറ്റങ്ങളുടെയോ അവസ്ഥാവിശേഷങ്ങളില്ല എന്നത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ഒരു പട്ടി 8 പെറ്റാൽ 8 കുഞ്ഞുങ്ങളെ LKG UKG അതുപോലെ ഡിഗ്രി SLC എന്ന പഠനമോ ചിന്തയോ ജന്തുലോകത്തില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നവുമില്ല. അച്ഛനമ്മമാർക്ക് ജനിച്ച 5 മക്കൾ പഠിച്ചിട്ടില്ലെങ്കിലോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലോ മനുഷ്യനെ മാത്രം ജീവിക്കാൻ കഴിയുന്നില്ല. എന്താണ് ഇങ്ങനെ? അതെല്ലാം സൂചിപ്പിക്കുന്നത് മനുഷ്യൻ എന്ന ധാർമ്മികമായ ജീവി എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്ന സുന്ദരമായ ചോദ്യത്തിൽ നിന്നുകൊണ്ടാണ് അതിന് മറുപടി കണ്ടെത്തേണ്ടത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ, ജിന്ന് വർഗത്തെയും ഇൻസു വർഗത്തെയും നാം സൃഷ്ടിച്ചത് നമ്മെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ജന്തുലോകത്തെ കുറിച്ച് അത്തരമൊരു പരാമർശമില്ല. ജന്തുക്കൾ എല്ലാവരും പടച്ചോനെ ആരാധിക്കുന്നുള്ളൂ എങ്കിലും അവയെ സൃഷ്ടിച്ചതിന്റെ മെയിൻ ലക്ഷ്യം അതല്ല. അവിടെ അതൊക്കെ മനുഷ്യർക്ക് വേണ്ടി കൂടിയാണ്. മനുഷ്യനിൽ നന്മയും തിന്മയുമുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിലെ 91-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വചനങ്ങൾ ലോക ചിന്ത പിടിച്ചുപറ്റേണ്ട വചനങ്ങളാണ്. അവിടെ പറയുന്നത് വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മനുഷ്യാസ്തിത്വത്തെ രൂപപ്പെടുത്തിയ മഹാശക്തി തന്നെയാണ് ഈ സത്യം. മനുഷ്യനിൽ ഫുജൂറും തഖ്വയുമുണ്ട്. എന്താണ് ഫുജൂർ? എന്താണ് തഖ്വ? ഫുജൂർ എന്ന് പറഞ്ഞാൽ തെമ്മാടിത്തമാണ്, തോന്നിയാസമാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ സംസ്കാരമാണ്, സൂക്ഷ്മതയാണ്. അതെ, ഇത് രണ്ടും മനുഷ്യനിലുണ്ട്. അധമത്വത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോകാനുള്ള അനന്തമായ സാധ്യതകൾ ഈ ഭൂമുഖത്തുണ്ട്. അതോടൊപ്പം ഇച്ഛകളെ നിയന്ത്രിച്ച് ദൈവസന്നിധിയിൽ നിൽക്കേണ്ടി വരുമെന്ന ബോധത്താൽ സംസ്കാര സമ്പന്നതയുടെ പടവുകൾ ചവിട്ടിക്കടന്നു പോകാനും മനുഷ്യരാശിക്ക് സാധിക്കുന്നതിന്റെ 2 സാധ്യതകളെ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ആത്മാവിനെ ശുദ്ധീകരിച്ചുവോ ആശ്ചര്യമത് വദ്യതദീ തദൈവ ജന്യ, ആശ്ചര്യമോ വന്യശൃണോദീ മൃതായ. ശ്രീമദ് ഭഗവത്ഗീതയിൽ പറഞ്ഞു, ആശ്ചര്യമത് വദ്യതദീ തദൈവ ജന്യ. ആത്മാവ് എന്ന് പറയുന്നത് അർജുന നീ അറിയണം, അതൊരാശ്ചര്യമാണ്. ആത്മാവ് പറയുന്തോറും അത്ഭുതം, കാണുന്തോറും കേൾക്കുന്തോറും അത്ഭുതം. അതേ ആത്മാവിനെ കുറിച്ചുള്ള അറിവ് നിന്റെ നാഥന്റെ സന്നിധാനത്താണ്. സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹിഹി വജഅല ലക്കും അസ്-സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തഷ്കുറൂൻ. ഖുർആനിന്റെ 32-ാം അധ്യായം സൂറത്തു സജ്ദ 9-ാമത്തെ വചനമാണ്. മനുഷ്യനാകുന്ന ഈ സൃഷ്ടിജാലത്തിലെ ഈ ഭൗതിക ബോഡിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള ആത്മാവിനെ ഊതി. ആ ആത്മാവിന്റെ വിമലീകരണത്തിലൂടെ ഉജ്ജ്വലനായ ഒരു വ്യക്തി മാട്ടൂലിൽ രൂപപ്പെടുകയാണ്, കണ്ണൂരിൽ രൂപപ്പെടുകയാണ്. ലോകത്തിന്റെ ഏത് കോണിലും ആ തഖ്വയുടെ മേഖലകളെ പരിപോഷിപ്പിക്കുന്ന ഒരു മഹാവ്യക്തി ഉജ്ജ്വലമായി വളർന്നു വരികയാണ്. ഇസ്ലാം മനുഷ്യരോട് ആവശ്യപ്പെടുന്ന അതാണ്. മനുഷ്യന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം, മനസ്സിന് 3 അവസ്ഥകളുണ്ട്. മനുഷ്യന്റെ മനസ്സ് 3 അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലെ ഉന്നതന്മാരായ മനഃശാസ്ത്രജ്ഞന്മാരുടെ പഠന മനന ഗവേഷണ ചിന്ത പരിവേഷണങ്ങൾ ലോകത്ത് പ്രസിദ്ധിയാർജിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ ഗ്രന്ഥം അത് പറഞ്ഞു. മനുഷ്യന്റെ മനസ്സിന്റെ ഒരു പ്രത്യേകത, ഒരു കാര്യം നമ്മൾ ചെയ്തു, എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവർക്കും, പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട അനുജന്മാർ, എന്റെ ജ്യേഷ്ഠന്മാർ, യുവാക്കൾ, 40കളുടെ താഴെയുള്ളവർ വളരെ ഗൗരവമായി ആലോചിക്കണം. ഒരാള് ആദ്യമായി പുകവലിച്ചു തുടങ്ങുന്നു, ജീവിതത്തിൽ ആദ്യമായി കൂട്ടുകാരുടെ കൂടെ ചെന്ന് സ്മോക്കിംഗ് എന്ന് പറയുന്ന മഹാതിന്മയെ സ്റ്റാർട്ട് ചെയ്യുന്നു. അന്നവന് ഉറങ്ങാൻ കഴിയില്ല, അന്നവന് കൃത്യമായി മാതാപിതാക്കളെ ഫേസ് ചെയ്യാൻ കഴിയില്ല. കൂട്ടുകാരുടെ അവസ്ഥയിൽ നിന്ന് അവന്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കും, അവനെന്ന് ചുമയുണ്ടാകും, മനസ്സാകെ അസ്വസ്ഥമായിരിക്കും.
ആക്ഷേപകാരിയായിരിക്കുമെന്നവന്റെ മനസ്സ്. ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല, ഞാനിന്ന് ആദ്യമായി ചെയ്ത പ്രവൃത്തി ശരിയായില്ല എന്ന് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ മനസ്സ്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. നഫ്സുൽ ലവ്വാമ, സൂറത്ത് ഖിയാമ 75-ാം അധ്യായം 2-ാമത്തെ വചനം. നഫ്സുൽ ലവ്വാമ എന്ന് പറയുന്ന ഇതാണ്. ഇനി ഒരാള് ദാനം ചെയ്തു, 5000 കൊടുക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ 2000 കൊടുത്ത് അവസാനിപ്പിച്ചു. അവരിറങ്ങിപ്പോയപ്പോ മനസ്സ് പറയാൻ, അയ്യയ്യേ ശരിയായില്ല, 50,000 കൊടുക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു, 5000 കൊടുക്കാമായിരുന്നു. ഇതാണ് നഫ്സുൽ ലവ്വാമ, ആക്ഷേപകാരിയായ മനസ്സ്. ഒരാളെ കടയിൽ നിന്ന് ആട്ടിയോടിച്ചു, ഇറക്കി വിട്ടു. അപ്പോ മനസ്സ് ഇറക്കി വിടുന്നത് വരെ മനസ്സെന്താ പറഞ്ഞത്? അവനെ ഇറക്കി വിടണം, അതന്നെയാണ് ഖൈർ എന്നൊക്കെ. അത് ഇറക്കി വിടുന്നത് വരെ പിശാച് ആ കാര്യം നന്നാക്കി നമുക്ക് അനുഭവപ്പെടുത്തി തന്നു. അല്ല പറയാൻ, ശൈത്താൻ മനുഷ്യന്റെ മനസ്സിനെ അതൊരു നല്ല കാര്യമായി അവനെ തോന്നിപ്പിച്ചു. എന്നാൽ പറഞ്ഞയച്ച് അല്പം കഴിഞ്ഞപ്പോ ഓർമ്മകൾ മനസ്സിലേക്ക് തേട്ടി വന്നു, ബേജാറ് വന്നു. വേണ്ടായിരുന്നു, പാവമായിപ്പോയി, ഞാൻ അയാളെ ഇറക്കി വിട്ടതിന് അയാൾക്ക് എവിടെയാ ജോലി കിട്ടുക, ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം അയാൾക്ക് എവിടെയാ കിട്ടുക എന്ന് മനസ്സിനെ ആക്ഷേപം ഉണ്ടാവുക. ഇതാണ് നഫ്സുൽ ലവ്വാമ. ഉമ്മയുമായി വർത്തമാനം പറഞ്ഞു, പറയാൻ പാടില്ലാത്തൊരു വാക്ക് ഉമ്മാനോട് പറഞ്ഞുപോയി, വല്ലാത്ത കുറ്റബോധം. അതാണ് നഫ്സുൽ ലവ്വാമ. ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ഈ മനസ്സിന്റെ അവസ്ഥകൾ ഉണ്ടാവും. ആണിനും പെണ്ണിനും കുട്ടികൾക്കും എല്ലാവർക്കും ഇതുണ്ടാവും. കുറ്റബോധത്താൽ ഘനീഭവിച്ച മുഖവും മനസ്സുമായി കുറെ നാളുകൾ ആക്ഷേപകാരിയായ മനസ്സിന്റെ ഉടമയായ മനുഷ്യൻ നടന്നു നീങ്ങും. സ്വാഭാവികമാണ്. മനുഷ്യൻ എന്ന മഹാപ്രതിഭാസം അത്ഭുതങ്ങളുടെ കലവറയാൻ ഊളിയിടും തോറും മനുഷ്യൻ എന്ന് പറയുന്ന ഈ മഹാസംഭവത്തെ വിശുദ്ധ ഖുർആൻ വിലയിരുത്തിയ പോലെ, വിശുദ്ധ ഖുർആനാണ് മനുഷ്യനെ കൃത്യമായി പഠിച്ച് മാർഗദർശനം ചെയ്ത ഗ്രന്ഥം. കാരണം പഞ്ചേന്ദ്രിയ പരിമിതിയുള്ള മനുഷ്യന്റെ വാക്കുകളല്ല അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലുള്ളത്. മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ, അവന്റെ ഗതിവിഗതികളെ അറിയുന്ന പടച്ചതമ്പുരാൻ, അവന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന പടച്ചതമ്പുരാൻ, ആണിന്റെ പെണ്ണിന്റെ സൃഷ്ടിയിലെ വ്യത്യാസങ്ങളെ കൃത്യമായി അറിയുന്ന ലോകത്തിന്റെ നാഥൻ പറഞ്ഞു, പെണ്ണിനോട് ഇങ്ങനെ ചെയ്യണമെന്ന്, ആണിനോട് ഇങ്ങനെ ചെയ്യണമെന്ന്. പെണ്ണിനെ സംബന്ധിച്ച് അള്ളാഹു അവനെ പറഞ്ഞു തന്നു, പെണ്ണ് എന്ന് പറയുന്നത് ആണിനോളം ഉയരില്ല. ആണിനെ പോലെ സാമൂഹിക ബോധത്താൽ ഉജ്ജ്വലമായ ഒരു മേഖലയിലെത്താൻ പെണ്ണിന് ഒരു കാലഘട്ടത്തിലും സാധ്യമല്ല. എത്ര വിദ്യ അഭ്യസിച്ചാലും എത്ര തന്നെ കാര്യങ്ങൾ ചെയ്താലും ആണിനെ പോലെ പ്രാപ്തി ഒരിക്കലും പെണ്ണിനെ ആക്കാൻ കഴിയില്ല. പെണ്ണിനെയും ആണിനെയും തുല്യതപ്പെടുത്തുന്നവർ വിവരദോഷികളാണ്. പെണ്ണിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചറിയാത്തവരാണ്. മാനിനെ സിംഹമാക്കാൻ ശ്രമിക്കുന്നവരാണ്. സിംഹത്തിന്റെ പുട പഠിച്ച് പെൺസിംഹമാക്കാൻ ശ്രമിക്കുന്ന കോന്തന്മാരുടെ ചിത്രമാണ് അവരെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുക. പെണ്ണ് തെങ്ങമ്മ കയറാനും പെണ്ണ് പർവ്വതങ്ങളുടെ ശിഖരങ്ങളിൽ ഓടിക്കയറാനുമല്ല. താരാട്ടുപാട്ടിന്റെ സ്വാന്തനത്തിന്റെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ അതിരേകത്താൽ തലോടുന്ന മാനവിക മൂല്യങ്ങളുടെ മടിത്തട്ടായിട്ടാണ് പെണ്ണിനെ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. പെണ്ണിനെ അതായ മതി. നല്ല ഉമ്മയാകാൻ, നല്ല മകളാകാൻ, നല്ല ഭാര്യയാകാൻ, നല്ല ഉദ്യോഗസ്ഥയാകാൻ അവളെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടില്ല. വളരെ ഗൗരവമായി എല്ലാവരും മനസ്സിലാക്കുക. ഉദ്യോഗസ്ഥയാകാനല്ല പെണ്ണ്, അതല്ല, അത് വേണ്ട എന്നല്ല പറഞ്ഞത്. ഉദ്യോഗസ്ഥയാക്കിയപ്പോണ്ടായ അനുഭവങ്ങൾ ഉദ്യോഗസ്ഥ ആക്കിയവർ ഇന്നലെ പത്രത്തിൽ പറഞ്ഞു. ഞാൻ അത്രേ പറയുന്നുള്ളൂ. മതത്തിനെ എതിർത്തു, ജീവിതത്തെ എതിർത്തു, പെണ്ണിനെ എന്തൊക്കെ ആവാമെന്ന് മതപണ്ഡിതന്മാർ പറഞ്ഞതിനെ എതിർത്തു. അവസാനം പെണ്ണിനെ ആണിനോട് തുല്യാക്കാൻ ശ്രമിച്ചപ്പോ പറയുന്നത് 44,300 ചില്ലാണ് ഡൈവേഴ്സ് ഇടുന്നു 2 കൊല്ലം കൊണ്ട് എന്നാണ്. പെണ്ണിനെ എന്താക്കിയപ്പോ? ശമ്പളക്കാരിയാക്കിയപ്പോ. ഞാൻ പറഞ്ഞല്ല, ഇന്നത്തെ പത്രത്തിലുള്ളതാണ്. ശമ്പളക്കാരിയാക്കിയപ്പോ സാധാരണ പറയാറുണ്ട്, എന്ത് കുരങ്ങിനൊരു ഏണി വെച്ചു കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അതാ ജോലി പെണ്ണിന്. ക്ഷമിക്കണം, നിങ്ങൾ വിചാരാറുണ്ട. നിങ്ങൾ അള്ളാഹ് സൃഷ്ടിച്ച കാര്യം എന്തോ അത് ചെയ്താൽ മതി, അതിലങ്ങക്ക് മെച്ചം ദുനിയാവിലും ആഖിറത്തിലും. മനസ്സിലായോ? ആണിനെ ഭരിക്കാൻ അള്ളാഹ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. ആണിന്റെ മുമ്പിൽ വിനയപ്പെടാനേ അള്ളാഹ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളൂ. ആ സൃഷ്ടിയുടെ സാഫല്യം പൂർത്തിയാക്കുക. ഇതൊരു മേൽക്കോയ്മ പറയുകയല്ല, വസ്തുതകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പഠനം. ഇപ്പറഞ്ഞതിനർത്ഥം ആണിന് പെണ്ണിനെ അടിച്ചമർത്താന്നല്ല. അങ്ങനെ ആരും കരുതരുത്. അങ്ങനെ ബാധിക്കുന്ന ഒരാൾ ഞാനല്ല, എനിക്കിത് പറയാനും കഴിയില്ല. പെണ്ണിന് ഏറ്റവും കൂടുതൽ സംരക്ഷണം കിട്ടേണ്ടത് ആണിൽ നിന്നാണ്. ആണിന്റെ കൈകൊണ്ട് പെണ്ണിനെ തലോടുകയല്ലാതെ പെണ്ണിന്റെ മുഖത്ത് പ്രഹരിക്കുന്നവൻ ഈമാനുള്ളവനല്ല എന്നാണ് പ്രവാചക ചക്രവർത്തി
ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തിരുമേനി ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കാര്യങ്ങളെ പക്വതയോടുകൂടി നേരിടാൻ, കാര്യങ്ങളെ പക്വതയോടുകൂടി പഠിക്കാൻ മനുഷ്യനെപ്പോഴും ധാർമ്മികതയെ അവലംബിക്കുമ്പോൾ സ്വസ്ഥത കിട്ടും, സമാധാനം കിട്ടും, ശാന്തി കിട്ടും. അപ്പൊ ഞാന് ആക്ഷേപകാരിയായ ഒരു മനസ്സിനെ പറ്റി പറഞ്ഞു. രണ്ടാമതൊരു മാനസികാവസ്ഥ ഏതൊരാൾക്ക് വന്ന് ഉണ്ടാകുന്നതാണ് ആ മാനസികാവസ്ഥ. അതെന്താണ്? വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. ആ മാനസികാവസ്ഥ ഖുർആനിലെ 12-ാം അധ്യായം 53-ാമത്തെ വചനം. അതായത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം സുലേഖയുടെ അബ്ദുൽ അസീസിന്റെ രാജകൊട്ടാരത്തിൽ നല്ല മനുഷ്യനായി, നല്ല സൽസ്വഭാവിയായി, അതീവ സുമുഖനായി, സൗന്ദര്യത്തിന്റെ മൂർത്തിമദ്ഭാവമായി ആര് കണ്ടാലും നോക്കുന്ന അവസ്ഥാവിശേഷത്തിൽ അതേ യൂസുഫ് നബി അലൈഹിസ്സലാം ആ രാജകൊട്ടാരത്തിൽ ജീവിച്ചു പോന്നു. യൂസുഫിലേക്ക് രാജാവിന്റെ ഭാര്യയ്ക്ക് ഒരു അട്രാക്ഷൻ സ്വാഭാവികമാണ്. ആണും പെണ്ണും ഇടകലരുന്നിടത്ത്, ആണും പെണ്ണും ജീവിക്കുന്നിടത്ത്, സുന്ദരനായ ഒരാണിനെ കാണുന്നിടത്ത്, പെണ്ണിനും സുന്ദരിയായ ഒരു പെണ്ണിനെ കാണുന്നിടത്ത് ആണിനും സ്വാഭാവികമായി ഉണ്ടാകുന്ന ആന്തോളനങ്ങൾ, ചലനങ്ങൾ, വികാരത്തിന്റെ വിജൃംഭിതമായ പടവുകൾ സ്വാഭാവികമാണ്. അങ്ങനെ സുലേഖ യൂസുഫിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. യൂസുഫ് നബിയാകട്ടെ മനസ്സിന്റെ ഏഴയലങ്ങളിൽ പോലും അത്തരമൊരു ചിന്തയുടെ ഒന്നും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായില്ല. കാരണം അള്ളാഹുവിനെ അങ്ങേയറ്റം പേടിച്ച പ്രവാചകനാണ് അദ്ദേഹം. അത് തന്നെയാണ് വിശ്വാസികളുടെ പ്രത്യേകത. ഇക്കാക്ക എന്നെ തല്ലാൻ കഴിയുമെങ്കിൽ, അല്ലേ? അതാണല്ലോ ആദം അലൈഹിസ്സലാമിന്റെ 2 മക്കളുടെ കഥ. ഇക്കാക്ക കൈയോങ്ങുന്നു, അടിക്കാൻ ആയുധമെടുക്കുന്നു, കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പൊ അനുജന്റെ വാക്കെന്താ? ഇക്കാക്ക, നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചാലും ഞാൻ നിന്റെ നേരെ എന്റെ കൈകൾ ഒരിക്കലും നീട്ടുകയില്ല ഇക്കാക്ക. കാരണം എന്താ? എനിക്ക് നിന്നെ തല്ലാൻ കഴിയാത്തത് കൊണ്ടല്ല, ഞാൻ നിന്നെ അടിച്ചാൽ നീ നിനക്ക് പരിക്ക് പറ്റാത്തത് കൊണ്ടല്ല, മറിച്ച് ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. അതാണ് പോയിന്റ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ പോയിന്റ് എന്താ? ഒരാള് എന്ത് ചെയ്താലും അയാളോട് നമ്മൾ ക്ഷമിക്കുന്നത് എന്തിന്റെ പേരിലാണ്? ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ഖുർആനിൽ 5-ാം അധ്യായം 28-ാമത്തെ വചനമാണ്. ഞങ്ങൾ അല്ലാഹനെ പേടിക്കുന്നു എന്ന് പറയുന്ന വാക്ക്, ഞങ്ങൾ ഞങ്ങളുടെ നാഥനെ ഭയപ്പെടുന്നു എന്ന് പറയുന്ന വാക്ക്, ആ വാക്കാണ് അവിടെയും. യൂസുഫ് നബി അലൈഹിസ്സലാമിന് രാജകൊട്ടാരത്തിൽ ആരുമില്ലാത്ത ഒരു ദിവസം, ചക്രവർത്തിയില്ലാത്ത ദിവസം, പാറാവുകാരില്ലാത്ത ദിവസം, ആരുമറിയാത്ത ദിവസം, മഹാ ബെഡ്റൂമിൽ രാജകൊട്ടാരത്തിന്റെ സിംഹാസനത്തിന്റെ രാജാവിന്റെ കൊട്ടാരത്തിലെ ഏറ്റവും അക്കാലഘട്ടത്തിലെ ഏറ്റവും നല്ല സൗകര്യമുള്ള ബെഡ്റൂമിലേക്ക് യൂസുഫ് നബി ക്ഷണിക്കപ്പെടുകയാണ്. സുലേഖ മോശക്കാരിയല്ല, യുവതിയാണ്, സുന്ദരിയാണ്, ഉന്നതയാണ്, കുലീനയാണ്, തന്റേടിയാണ്, കേസുകളെ ഒതുക്കാൻ കഴിവുള്ള സ്ഥാനത്താണ്. ആരും അറിയില്ല, ഒരാളും അറിയില്ല, അല്ലാഹുവല്ലാതെ അവർ 2 പേരുമല്ലാതെ ഒരാളും അറിയില്ല, ആരോടും അത് പറയില്ല, ആരുമായി അത് ഷെയർ വെക്കില്ല, ഒന്നില്ല. അങ്ങനെ വിളിക്കുകയാണ്, യൂസുഫ് നീ വാ, എന്റെ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അങ്ങനെ ക്ഷണിച്ചിട്ട് അവളുടെ ഇംഗീതത്തെ യൂസുഫ് നബിയോട് പറയുന്നു. യൂസുഫ് നബി തിരിഞ്ഞോടുന്നു. അവൾ ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ കുപ്പായം പിടിക്കുന്നു, ബലാത്കാരമായി പിടിച്ചു നിർത്തുന്നു. ഒരു പെണ്ണ് ആണിലേക്ക് ഓടുകയാണ്. ലോകത്തിന്റെ ചരിത്രത്തിലെ അപൂർവ സംഭവങ്ങളിലൊന്നല്ല ഇതെങ്കിലും സുഹൃത്തുക്കളെ, യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നു, ഞാൻ അല്ലാഹുവിലേക്ക് അഭയം പ്രാപിക്കുന്നു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്ന വാക്കാണ് എന്ത്? വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. മനുഷ്യന്റെ മനസ്സ്, യുവാക്കളെ എല്ലാരും ഓർക്കണം, ഞങ്ങളാരും പുണ്യാളന്മാരാണ് എന്ന് പറയുന്നില്ലേ. മനസ്സ് പലപ്പോഴും തിന്മയിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി മനുഷ്യ സഹജമാണ്. പിശാചിന്റെ പ്രേരണ, കൂട്ടുകാരുടെ പ്രേരണ, സാഹചര്യത്തിന്റെ സമ്മർദ്ദം മനുഷ്യനെ മഹാപാതകത്തിലേക്ക് എത്തിക്കും. വമാ ഉബരിഉ നഫ്സി, തീർച്ചയായും മനസ്സ് തെറ്റിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ, തെറ്റിലേക്ക് മനസ്സ് ചാഞ്ഞുകൊണ്ടേയിരിക്കും. ആ ചായലുണ്ടാകും. അതായത് തെറ്റ് ചെയ്യുന്നവരെ അതിനെ ന്യായീകരിക്കുക. എന്താ അവളുടെ കൂടെ പോയാൽ അവൾ എന്റെ ഭാര്യയാണോ? അല്ല. കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് ശരിയാണോ? അല്ല. ഞാൻ ആരാണ്? ഞാനൊരു മുസ്ലിമാണ്, നിസ്കരിക്കുന്നവനെയാണ്,
ഖുർആൻ അറിയുന്നതാണ്, എന്റെ ബാപ്പ പള്ളിയിലെ ഖതീബാണ്, എല്ലാം അറിയാം. എന്നിട്ടും മനുഷ്യർ എന്ത് ചെയ്യുന്നു? ആ തിന്മയിലേക്ക് പോകുമ്പോ പിശാച് പറയും, ഇതൊക്കെ സർവ്വസാധാരണമല്ലേ, ആരും അറിയില്ലല്ലോ, അവള് സന്നദ്ധയായിട്ടല്ലേ, നീയായിട്ട് വിളിച്ചതല്ലല്ലോ എന്നൊക്കെ പറയും. അങ്ങനെ തെറ്റ് ചെയ്തു പോകും. തെറ്റ് ചെയ്യുമ്പോ പിന്നെ കുറ്റബോധമാണ്. തെറ്റ് ചെയ്ത അടുത്ത നിമിഷത്തിൽ വല്ലാത്ത കുറ്റബോധമാണ്. അത് മനുഷ്യ സഹജമാണ്, മനുഷ്യന്റെ പ്രേരണയാണ്. അതുകൊണ്ട് തന്നെ വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. പരമകാരുണ്യന്റെ കാരുണ്യം ലഭിച്ചവരൊഴികെ അല്ലാത്തവരൊക്കെ പാപികളായി തീരും എന്നാണ് അവിടെ പറയുന്നത്. ഈ അവസ്ഥയും മനുഷ്യരുണ്ട്. ഈ അവസ്ഥയിൽ നിന്ന്, ആക്ഷേപകാരിയായ മനസ്സിന്റെ അവസ്ഥകളിൽ നിന്ന് മൂന്നാമത്തെ ഒരു മാനസികാവസ്ഥയുണ്ട്. അതാണ് അള്ളാഹു എല്ലാവരോടും ആവശ്യപ്പെടുന്നത്. അതാണ് വിശ്വാസികൾക്ക് കരഗതമാക്കാനുള്ളത്. അതെന്താണ്? അത് യഥാർത്ഥത്തിൽ എന്താണ്? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മയിന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമകളെ, നിങ്ങൾ മടങ്ങിക്കോളൂ. എല്ലാ കാര്യത്തിലും സമാധാനമടഞ്ഞ മനസ്സ്, തിന്മകളില്ലാത്ത മനസ്സ്, അധർമ്മങ്ങൾ കടന്നു വരാത്ത മനസ്സ്. അതേ, വിശ്വാസരംഗം ക്ലിയറാണ്, ആചാരരംഗം ക്ലിയറാണ്, അനുഷ്ഠാനരംഗം ക്ലിയറാണ്, ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ക്ലിയറാണ്. അങ്ങനെ ജീവിച്ചവർ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മയിന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമകളെ, ഇർജിഇ, നിങ്ങൾ മടങ്ങിക്കോളൂ, ഇലാ റബ്ബികി, നിങ്ങളുടെ റബ്ബിലേക്ക്, റാളിയതൻ മർളിയ, സംതൃപ്തരായി സംപ്രീതരായി പടച്ചോനിലേക്ക് നിങ്ങൾ മടങ്ങിക്കോളി. എന്നിട്ട് അവന്റെ അടിമകളുടെ കൂടെ അവന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു കൽബും വിഭാവനം ചെയ്തിട്ടില്ലാത്ത അനുഗ്രഹങ്ങളുടെ മഹാപറുദീസയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഖുർആനിലെ 89-ാം അധ്യായം സൂറത്ത് ഫജ്റിലെ 27 മുതൽ 30 വരെയുള്ള വചനങ്ങളാണ്. അപ്പൊ മനസ്സിന്റെ ഈ അവസ്ഥകൾ ലോകത്ത് സർവ്വവ്യാപകമാണ്. ഏറ്റവും കൂടുതൽ തിന്മ ചെയ്യാൻ എല്ലാ അർത്ഥത്തിലും സാഹചര്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടേ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമല്ലെങ്കിൽ എന്തു ആവാം, എന്തൊരു തിന്മയും നമുക്ക് ചെയ്യാം. പക്ഷേ മരണത്തിന് ശേഷമുള്ളൊരു ജീവിതമുണ്ടല്ലോ, അവിടെ പടച്ചവനെ കണ്ടുമുട്ടുമല്ലോ, അവിടെ അവന്റെ മുമ്പിൽ വിചാരണയുണ്ടല്ലോ, അവിടെ അവൻ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുമല്ലോ, നമ്മുടെ കൈകളിൽ അവൻ ഗ്രന്ഥം നൽകുമല്ലോ. അപ്പൊ എന്ത് ചെയ്യും? നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് പറയാതെ, നമ്മളറിയാതെ നമുക്കൊരു ജീവിതം നൽകിയ ലോകത്തിന്റെ നാഥൻ അവൻ നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുമല്ലോ. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബാ. ഒരു കിതാബ് പുറത്തു കൊണ്ടുവരും. നമ്മൾ ജീവിച്ച 60 കൊല്ലം, നമ്മൾ ജീവിച്ച 70 കൊല്ലം, നമ്മൾ ജീവിച്ച 50 കൊല്ലം അള്ളാഹുവിന്റെ റെക്കോർഡിൽ A to Z രേഖയാണ്. മാഞ്ഞു പോകാതെ, മഷി ഉണങ്ങാതെ, കൂട്ടിച്ചേർക്കാതെ, ഇല്ലാത്തത് പറയാതെ, നമ്മൾക്കില്ലാത്തൊരു വിശ്വാസം അള്ളാഹ് നമ്മുടെ പേരിൽ എഴുതുകയില്ല. ഒരുപക്ഷേ ലെറ്റർ പേഡിൽ അതുണ്ടാവാം, ആളുകൾ നൽകുന്ന കത്തിൽ അതുണ്ടാവാം. നിങ്ങളെ പുറത്താക്കിയത് നിങ്ങൾ ജിന്നിനെ വിളിക്കുന്നുകൊണ്ടാണ് എന്ന് നുണയെഴുതി സീലും വെച്ച് ഒപ്പൂട്ട് പൊരേ കുത്തിന് കിടന്നുറങ്ങുന്നുണ്ടാവാം. പക്ഷേ അള്ളാന്റെ റെക്കോർഡിൽ അങ്ങനെയല്ല. അള്ളാന്റെ റെക്കോർഡിൽ ഇല്ലാത്തതൊന്നും എഴുതില്ല, ഉള്ളതില്ല എന്നും പറയില്ല. ഒരക്ഷരം അവിടെ കൂടിച്ചേരുകയില്ല, ഒരക്ഷരവും അവിടെ കുറഞ്ഞു പോവുകയില്ല. എല്ലാം കൃത്യമായിരിക്കും ആ റെക്കോർഡിൽ. ആ റെക്കോർഡ് ഓരോ ജനങ്ങളുടെ കൈകളിലും, ലോകത്തിന്റെ ഏത് കോണിൽ ജീവിക്കുന്നവന്റെ കൈകളിലും നാളെ മഹ്ശറയിൽ പ്രപഞ്ചനാഥൻ നൽകുമെന്ന് കള്ളം പറയാത്ത ലോകത്തിന്റെ നാഥനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. 17-ാം അധ്യായം 13-ാമത്തെ വചനം 14-ാമത്തെ വചനം വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. തുറന്നു വെക്കപ്പെട്ട അവസ്ഥയിൽ ഒരു കിതാബ് അവന്റെ മുന്നിൽ കൊടുക്കും. വലത് കൈയിലും ഇടത് കൈയിലും കിതാബ് ലഭിക്കും. എന്നിട്ട് പറയും, ഇഖ്റ, വായിക്കടാ മോനെ, നീ തന്നെ വായിച്ചോ യുവാവേ. ആക്സിഡന്റിൽ ടിപ്പർ ലോറിയുടെ ഉള്ളിൽ കിടന്ന് മരിക്കുമ്പോ നീ പോയ യാത്ര ഒരു മഹാവൃത്തികേട് ചെയ്യാനുള്ള യാത്രയായിരുന്നു, അല്ലെങ്കിൽ ഒരു വൃത്തികേട് ചെയ്തതിന്റെ സംതൃപ്തിയിലുള്ള നിന്റെ യാത്രക്കിടയിലാണ്
നീ ടിപ്പർ ലോറിയുടെ ഉള്ളിൽ കൂടെ അതുവരെയുള്ള നിന്റെ മുഴുവൻ കാര്യങ്ങളും ഇതാ ഈ റെക്കോർഡിൽ വായിച്ചു പോയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ദിവസം അന്ന് മനുഷ്യർ പറഞ്ഞു പോകുമെന്നാണ്. എന്താ പറയാ? മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്തൊരു കിതാബായത്! ഞാൻ ചെയ്ത എല്ലാം ഇവിടെ റെക്കോർഡാണ്, ചെറുതും വലുതും ഇവിടെ റെക്കോർഡാണ് എന്ന് ഖുർആൻ 18-ാം അധ്യായം 49-ാമത്തെ വചനം. അങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് അചഞ്ചലമായി വിശ്വസിക്കുന്നവർക്കല്ലാതെ ജീവിതത്തിൽ നന്നാക്കാൻ കഴിയില്ല. പടച്ചോനില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് ആരും എന്നെ നിയന്ത്രിക്കാനില്ല. പന്നിയെപ്പോലെ, നായയെപ്പോലെ, പട്ടിയെപ്പോലെ, കൊതുകിനെപ്പോലെ, പ്രാണിയെപ്പോലെ, പക്ഷികളെപ്പോലെ, ഏജന്തുക്കളെപ്പോലെ, മത്സ്യാദികളെപ്പോലെ ജീവിച്ചൊരു നിശ്ചിത കാലം കഴിഞ്ഞ് മണ്ണിന്റെ ഭാഗമാകും എന്ന് വിശ്വസിക്കുന്നവന് സ്വകാര്യ ജീവിതത്തിൽ ഒരു സുന്ദരി അന്തിക്കുട്ടന് വന്നാൽ പടച്ചോൻ കാണുന്നുണ്ട് എന്ന് പറയാൻ അവനൊരു പടച്ചോനിലെ വിശ്വാസമല്ല. പടച്ചോനിലെ വിശ്വാസമുള്ളവനതല്ല. മനസ്സിലായോ? അവിടെയാണ് ഇന്നല്ലാഹ അലം യാലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, എല്ലാം കാണുന്ന പടച്ചവനിലേക്ക് സദാവൻ നിങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ചിന്ത. ആരറിഞ്ഞാലും ആര് കണ്ടാലും ആര് കേട്ടാലും എന്റെ സമ്പാദ്യം ക്ലിയർ ആയിരിക്കും, എന്റെ രേഖകൾ ക്ലിയർ ആയിരിക്കും, എന്റെ വാക്കുകൾ ക്ലിയർ ആയിരിക്കും, എന്റെ എല്ലാം ക്ലിയർ ആയിരിക്കും. കാരണം എന്റെ നാഥന്റെ മുമ്പിൽ ഞാൻ ചെന്ന് നിൽക്കേണ്ടി വരും. അവിടെ ഞാൻ മറുപടി പറയേണ്ടി വരും. അവിടെ എനിക്കൊരു വിചാരണയുണ്ട്. എന്റെ എല്ലാം ഇവിടെ കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാർ അവിടെ റെക്കോർഡാക്കുന്നുണ്ട്. എന്റെ ബാപ്പ എനിക്ക് കൂട്ടിനുണ്ടാവില്ല, എന്റെ ഉമ്മ ഉണ്ടാവില്ല, എന്റെ മക്കളുണ്ടാവില്ല, എന്റെ ചങ്ങാതിമാരുണ്ടാകില്ല. യൗമലാ തംലികു നഫ്സുൻ ലിനഫ്സി ശൈആ വൽ അംറു യൗമൈദിൻ ലില്ലാഹ്. 82-ാം അധ്യായം 19-ാമത്തെ വചനമാണ്. ഒരാളും ഒരാൾക്കും തുണയാകാത്ത, ഒരാളും ഒരാളെയും സഹായിക്കാത്ത, ആരും ആരുടെ പാപഭാരങ്ങളും ഏറ്റെടുക്കാത്ത, അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. സൂറത്തുൻ നജ്മ് 53-ാം അധ്യായം 38-39 വചനങ്ങൾ. ഒരാളുടെ പാപഭാരവും മറ്റൊരാളെ ഏറ്റെടുക്കാത്ത, ഒരാളെയും ഒരാൾ റെക്കമെൻഡേഷൻ ചെയ്യാത്ത, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അതേ ഖുർആനിലെ അവസാന വചനം. അല്ലാഹുവിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ കൃത്യമായി ഭയപ്പെടണം കേട്ടോ എന്ന് അല്ലാഹു പറയുകയാണ്. അന്ന് നിങ്ങൾ ചെയ്ത മുഴുവൻ കാര്യങ്ങളുടെയും റെക്കോർഡുകൾ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കപ്പെടും. കൃത്രിമമായി നിങ്ങൾ ഉണ്ടാക്കിയ രേഖകൾ എല്ലാം അവിടെ വെളിച്ചത്താകും. കോടാനുകൂടി മനുഷ്യർ ജീവിക്കുന്നിടത്ത് മുതലാളിയെ ചതിച്ചപ്പോ അദ്ദേഹം അതറിഞ്ഞിട്ടില്ല, ഭാര്യ ഭർത്താവിനെ ചതിച്ചപ്പോ അവരതറിഞ്ഞിട്ടില്ല, ഭർത്താവ് ഭാര്യയെ ചതിച്ചപ്പോ അവരതറിഞ്ഞില്ല. ഗൾഫിലെ ഭർത്താവിന്റെ ജീവിതത്തിൽ അവിടെ അദ്ദേഹത്തിന് ഒരു പെണ്ണുണ്ടായിരുന്നു എന്നത് ഭാര്യ അറിഞ്ഞിട്ടില്ല. ഏറ്റവും നല്ല ഭർത്താവായി മനസ്സ് കരുതി ഭർത്താവ് മരിച്ചപ്പോ വിങ്ങിപ്പൊട്ടി കരയുമ്പോഴും ഒരുപക്ഷേ ഭർത്താവ് പല സ്ത്രീകളുടെ കൂടെ ജീവിച്ചവനായിരിക്കാം. പക്ഷേ നമ്മൾ അറിയില്ല. പക്ഷേ നാഥന്റെ കൂടരയിൽ അതെല്ലാം ഉണ്ടാകും. അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. ഒരാളോടും ഒരാളുടെ പ്രവൃത്തിയെക്കുറിച്ചും മറ്റൊരാൾ അയാൾക്ക് സപ്പോർട്ടില്ലാത്ത ഒരു ലോകം. നമ്മൾ ചെയ്തു കൂട്ടിയ മുഴുവൻ കാര്യങ്ങളുടെയും പാപകർമ്മങ്ങൾ നമ്മൾ ചുമക്കേണ്ടി വരുന്നത്, വഞ്ചിച്ചത്, ഇല്ലാത്തത് പറഞ്ഞത്, കളവ് പറഞ്ഞത്, അതുപോലെ വിശ്വസിച്ചവനെ ചതിച്ചത് എല്ലാം കൂടെ പണ്ഡിതന്മാരും അവിടെ വരും. എന്താ പണ്ഡിതന്മാരുടെ വരവ് അവിടെ? അത് ഗൗരവമാണ്. പാവപ്പെട്ട വിശ്വാസികളെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിച്ചത്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കൽ ഇസ്ലാമിൽ അനുവദിച്ചതാണ് എന്ന് നുണ പറഞ്ഞതിന് ഖബർ കെട്ടിയുയർത്തി വരുമാനം സ്വന്തം പോക്കറ്റിലിടുമ്പോ അറിയാമായിരുന്നു ഉസ്താദിന് ഷാഫി മദ്ഹബ് അനുസരിച്ച് ഖബർ കെട്ടിയുയർത്താൻ പാടില്ലെന്ന ഭാഗം ഉസ്താദ് പലവരും വായിച്ചിരുന്നു. പക്ഷേ ദർഗകളിൽ ലഭിക്കുന്ന നോട്ടുകെട്ടുകൾ ഓർത്തപ്പോ അത് മറച്ചുവെച്ചതിന് അള്ളാഹുവിന്റെ കോടതിയിൽ അവിടെ വരും. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. തിന്മ ചെയ്തവരെ, അരാജകത്വം ചെയ്തവരെ, അതുപോലെ അക്രമവാസനകൾ ചെയ്തവരെ നിങ്ങൾ വരും. നിങ്ങളുടെ നാഥന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി അന്ന് നിങ്ങൾ അവിടെ നിൽക്കും. തീർച്ചയായും അത് വുജൂഹു യൗമൈദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ വവുജൂഹു യൗമൈദിൻ ബാസിറ തദുന്നു അൻ യുഫ്അല ബിഹാ ഫാകിറ കല്ലാ കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹു الفراق والتفت الساق بالساق. സൂറത്ത് ഖിയാമയിലെ
75-ാം അധ്യായത്തിലെ 22 മുതലുള്ള വചനങ്ങളാണ്. അതിൽ പറയുന്നത്, അന്ന് ചില ആളുകൾ അവരുടെ നാഥനിലേക്ക് നോക്കും, ചില ആളുകളുടെ മുഖം കരുവാളിച്ചതായിരിക്കും, പാപക്കറകൾ ചെയ്ത് കടുത്തുപോയ മനസ്സുമായി. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ കല്ലാ ഇന്നഹും അൻ റബ്ബിഹി യൗമൈദിൻ ലമഹ്ജൂബൂൻ. പാപക്കറകൾ ചെയ്ത് മനസ്സ് കടുത്തുപോയിട്ടാണ് അവൻ പടച്ച തമ്പുരാന്റെ സന്നിധിയിൽ വരുന്നത്. 83-ാം അധ്യായം 14-ാമത്തെ 15-ാമത്തെ വചനങ്ങളാണ്. നേരെ മറിച്ച് വേറെ ചില ആളുകളുണ്ട്, അന്നവരുടെ മുഖം പ്രസന്നമായിരിക്കും. മറ്റു ചില ആളുകളുണ്ട്, ബേജാറായി